ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇതാ നമ്മൾ അൽമാട്ടി എത്തി. ഈ കാണുന്ന ഈ വ്യൂ ആണ് അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വ്യൂ. ഞങ്ങളിപ്പം ഇവിടെ എത്തുമ്പം 6:45 ഒക്കെ ആയായിരുന്നു. ഇനിയിപ്പം നമുക്ക് ബാഗ് എടുക്കണം. ഇവിടെ നമ്മൾ ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ അത്ര കൂടുതൽ ആൾക്കാരൊന്നുമില്ല, ചെറിയ എയർപോർട്ട്, അതുപോലെ തന്നെ ആൾക്കാരും ഭയങ്കര കുറവാണ്. പിന്നെ നമ്മൾ ബാഗ് ഇപ്പം വരുന്നുണ്ട്, ഇപ്പം അതെടുത്തിട്ട് നമുക്കിനി മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഇതാ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ അതാണ്, അത്രയും ഭയങ്കര ചെറിയ ഡ്യൂട്ടി ഫ്രീ ആണ് ഇവിടെ ഉള്ളത്. നമുക്കിനി മണി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്, പിന്നെ സിം കാർഡ് എടുക്കണം. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം ഇത് ക്യാഷ് നമ്മൾ ഡോളറിലാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ കണ്ടോ, നമ്മളിപ്പം സിം എടുക്കാൻ വന്നിടത്തും ഭയങ്കര ക്യൂ ആയിരുന്നു. അങ്ങനെ നമ്മളും ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ട വന്നു. ഓ നല്ല തണുപ്പുണ്ട്, തണുത്തിട്ട് വയ്യ, നല്ല തണുപ്പാണ്. ഞങ്ങളിപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ജീസു നല്ല ഉറക്കോ. No. English? Where are you from? India. India. Mumbai? No. Kerala? ഇപ്പം സമയം രാവിലെ 8:30 മണിയായി, പക്ഷേ എവിടെയും വെളിച്ചമൊന്നും വന്നിട്ടില്ല. ഇത് നമ്മളെ നാട്ടിലിപ്പം 5:30-6 മണിയൊക്കെ ആകുമ്പം എങ്ങനെ ഉണ്ടാവും, ആ ഒരു ലൈറ്റ് അത്രയേ ഉള്ളൂ. നല്ല വെളിച്ചമോ ഒന്നുമില്ല. പുറത്ത് നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇതുവരെ നാട്ടിലൊരു എക്സ്പീരിയൻസ് ഒന്നും ചെയ്യാത്ത പോലത്തെ ഭയങ്കര തണുപ്പ്. അങ്ങനെ പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ടെത്തി. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള റൂം. നമ്മളെടുത്തത് ഹോട്ടലല്ല, നമ്മൾ എയർബിഎൻബി ആണ് എടുത്തിട്ടുള്ളത്. എന്താ വെച്ചെങ്കിൽ നമുക്കിപ്പം 7 ദിവസം താമസിക്കണമല്ലോ. അപ്പം റൂമാണെങ്കിൽ നമുക്ക് ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളിപ്പം ജിസുവിന് എന്തെങ്കിലും, അവന് എല്ലാ ഫുഡും കഴിച്ചില്ലെങ്കിൽ അവന് കഞ്ഞിയോ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ മുറി എടുത്തത്. ഇവിടെ നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. കിച്ചൺ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, പിന്നെ ഡ്രസ്സ് വെക്കാനുള്ള അലമാര ഉണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു വലിയൊരു TV ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇത് വീട്ടിലുണ്ടായിരുന്നു. നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ നമുക്കിപ്പം ഡ്രസ്സ് വേണമെങ്കിലും കഴുകിയിട്ടിടാനുള്ള ആ സ്ഥലവും അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബെഡ് കുറച്ച് ചെറുതായിരുന്നു. എന്താ വെച്ചെങ്കിൽ ജിസുവിന് കിടക്കാൻ കുറേ സ്ഥലം വേണം, അതുകൊണ്ട് കുറച്ച് ബെഡ് ഒരു പ്രശ്നമായിരുന്നു. നല്ല തണുപ്പ്. ഇന്നലെ ഫുള്ള് ട്രാവൽ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. എന്നിട്ടൊരു 3:45 ആകുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. എന്താ വെച്ചെങ്കിൽ ഞങ്ങൾ വന്നിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. പിന്നെ ഞങ്ങൾ ജിസുവിന് ഞാൻ കുറുക്ക്, പിന്നെ ഇത് സിർലാക്ക്, അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് പോയായിരുന്നു. അപ്പോൾ അവന് ഞാൻ റൂമിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇന്ന് പ്രത്യേകിച്ചിട്ട് ഞങ്ങൾക്ക് പ്ലാനൊന്നുമില്ല. എന്താ വെച്ചെങ്കിൽ ഇപ്പം തന്നെ വൈകുന്നേരമായല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചിട്ട് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതാ, പക്ഷെ എന്ത് ചെയ്യാനാ, ഇവന് കുറച്ച് അലമ്പായതുകൊണ്ട് പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ഇന്നൊരു സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ക്യാബൊന്നും ബുക്ക് ചെയ്തില്ല. ഞങ്ങൾ വിചാരിച്ച് മെട്രോയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മെട്രോയിലാണ് പോയത്. എന്നിട്ട് ഇപ്പം നമുക്ക് ഏത് സ്ഥലം, പിന്നെ ഞങ്ങളിപ്പം പോകുന്ന സ്ഥലം ഏതാണെന്ന് നമുക്കറിയത്തില്ല. ജസ്റ്റ് മെട്രോയിൽ കയറിയിട്ട് ലാസ്റ്റ് സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ മെട്രോയിലാണെങ്കിലും ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയാലും നമുക്ക് സ്ഥലത്തിൻ്റെ പേരൊക്കെ അവരുടെ ഭാഷയിലാണ്, കസാക്ക് ഭാഷയിലാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത് വായിക്കാനൊന്നും അറിയത്തില്ല. പിന്നെ എവിടെയും ഇംഗ്ലീഷിലൊന്നും അവർ ഇങ്ങനെ സ്ഥലത്തിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയത്തില്ല ഇപ്പം ഏത് സ്ഥലമോ എവിടെ എത്തിയോ ഒന്നും അറിയത്തില്ല.
പിന്നെ ഇതൊരു എസ്കലേറ്റർ കണ്ടോ, ഭയങ്കര ഹൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത്. നമുക്കിതിൽ കയറാൻ തന്നെ പേടിയാവും. എന്താ വെച്ചാൽ നമുക്കൊരു ഇത് കിട്ടത്തില്ല, കറക്റ്റായിട്ട് ഒന്ന് പിടിച്ച് നിൽക്കാൻ ഭയങ്കര പേടിയായി. ഇപ്പം നമുക്ക് താഴോട്ട് പകുതിയിലെത്തിയിട്ട് താഴോട്ട് നോക്കുമ്പോഴും പേടിയാവും, അതുപോലെ തന്നെ മേളിലോട്ട് നോക്കുമ്പോഴും ഭയങ്കര ടെൻഷനാവും. അത്രയും ഇതായിരുന്നു, ഭയങ്കര ഹൈറ്റ് ഉള്ളതായിരുന്നു. പിന്നെ ഇങ്ങനെ ഭയങ്കര സ്ട്രൈറ്റായിട്ട് നിന്നത് പോലെയായിരുന്നു, അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് ഞങ്ങൾ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, നമുക്കിപ്പം പോയിട്ട് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കണം, അതാണ് മെയിൻ. പിന്നെ നമുക്കിപ്പം ഇവിടെ ഏത് ക്യാബിൽ കയറിയാലും അതുപോലെ തന്നെ മെട്രോയിൽ കയറിയാലും അവിടെ ഒന്നും തണുപ്പറിയത്തില്ല. അവിടെയൊക്കെ ഹീറ്റർ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല ചൂടൊക്കെ ആയിരിക്കും. ചൂട് വെച്ചെങ്കിൽ ഒരു വാമായിട്ടുണ്ടാകും, കറക്റ്റായിട്ട് നോർമലായിട്ട്. പിന്നെ നമ്മൾ തണുപ്പ് ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് ശരിക്കുള്ള തണുപ്പ് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒരു KFC കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കയറി. പിന്നെ കൂടുതൽ കടയൊന്നും തപ്പി നടക്കാൻ നിന്നിട്ടില്ല. ഇപ്പം ഒന്നും കഴിക്കാത്തത് കൊണ്ട് ലൈറ്റായിട്ടെങ്കിലും എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി. ആ സമയമാകുമ്പോഴത്തേന് സിസു ഉറങ്ങിയായിരുന്നു. പിന്നെ അവന് ഞാൻ വേറൊരു ജാക്കറ്റ് കൊണ്ടുപോയായിരുന്നു. അങ്ങനെ അത് ഇട്ട് കൊടുത്തപ്പം തന്നെ അവന് നല്ല ചൂടായിട്ട് അവൻ കിടന്നിട്ട് ഉറങ്ങി. ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ രാത്രിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് അത് ഇന്ന് രാത്രി പോയെങ്കിൽ ഞങ്ങൾ ഇനി നാളെ അവിടെ സ്റ്റേ ചെയ്തിട്ട് മറ്റന്നാളെ ഞങ്ങൾ തിരിച്ചു വരും. ആ 2 days ട്രിപ്പായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസൾട്ടൻസിൻ്റെ അടുത്ത് പോകണം. അങ്ങനെ ഞങ്ങൾ അവിടത്തേക്ക് ഇറങ്ങി. അതെന്താ വെച്ചെങ്കിൽ 8 മണിക്ക് മുമ്പ് അവർ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനു മുമ്പ് ഞങ്ങൾ അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം തന്നെ ചെറുതായിട്ട് മഴ ചാറുന്നത് പോലെ ചാറാൻ തുടങ്ങി. മഴയല്ലായിരുന്നു, പക്ഷെ എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ പൊടിയാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പം ജസ്റ്റ് ഒരു ചെറുതായിട്ട് സ്നോഫോൾ തുടങ്ങി. നമുക്കത് കാണാൻ പറ്റും, ജസ്റ്റ് ഓരോ തുള്ളികളായിട്ട് ചെറുതായിട്ട് വീഴാൻ തുടങ്ങി. ഇത് നമുക്കിപ്പം ഇതിൽ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് ഓരോ സ്നോ ഇങ്ങനെ വീഴുന്നത്. അപ്പം നമുക്കിതൊക്കെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ സ്നോഫോളോ അങ്ങനെയൊന്നും കാണാത്തത് കൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങളങ്ങനെ ഇങ്ങനെ ക്യാബിൽ പോകുമ്പോഴേ ചെറുതായിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവരെ വിളിച്ചിട്ട് നമുക്കത് കറക്റ്റായിട്ട് അഡ്രസ്സ് അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളെ മൈൻഡ് മാറി. അപ്പോഴത്തേനും നല്ലതുപോലെ സ്നോഫോൾ തുടങ്ങിയപ്പം ഞങ്ങൾ പിന്നെ അതങ്ങ് മൈൻഡിൽ നിന്ന് വിട്ടിട്ട് ഞങ്ങൾ പിന്നെ സ്നോഫോൾ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ പോകുന്ന ട്രിപ്പ് തന്നെ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു നമുക്കിനി അങ്ങോട്ട് പോയെങ്കിൽ ഈ സ്നോഫോൾ മിസ്സായാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഇവിടെ നിന്നിട്ട് ഈ സ്നോഫോളും കാണാം. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ നാളെയും സ്നോഫോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 2 ദിവസം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് വേറൊരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ലതുപോലെ സ്നോഫോൾ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. അവിടെ പോയിട്ടില്ല കൺസൾട്ടൻസിൻ്റെ അടുത്ത്. പിന്നെ നമ്മൾ ഈ സ്നോഫോൾ കണ്ടപ്പോൾ ഞങ്ങളെ മൈൻഡ് മാറി. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോഴേ റൂമിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സമയം സ്നോയിലൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ എന്തായാലും നല്ല തണുപ്പല്ലേ, അപ്പോൾ ഏതെങ്കിലും കഫേയിൽ കയറിയിരിക്കാം. നമുക്കിപ്പം കടൻ്റെ അകത്തൊക്കെ പോയെങ്കിൽ ചൂടല്ലേ, അപ്പോൾ സീസണും കുറച്ചൊരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കഫേ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു, നല്ല നൈസായിരുന്നു മൊത്തത്തിൽ. അത്ര ആൾക്കാരൊന്നുമില്ല, കുറച്ച് ക്രൗഡൊന്നുമല്ല, ആരും ഉണ്ടായിട്ടില്ല, ആകെ 1-2 കസ്റ്റമർ അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സമയം അവിടെ ചുമ്മാ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ചുമ്മാ കുറച്ച് സമയം ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. ഇപ്പം രാത്രിയാകുമ്പോഴാണ് സ്നോഫോൾ വന്നത്. നമ്മളിന്ന് രാത്രി വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ സ്നോഫോൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനി എന്തായാലും ഇവിടെ തന്നെ നമ്മൾ സ്നോഫോളൊക്കെ കണ്ടിട്ട് ഇവിടെ നിൽക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇനി ആ ട്രിപ്പ് വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് 2 day ട്രിപ്പായിരുന്നു. നമുക്കുണ്ടായിരുന്നു ഇന്ന് രാത്രി 9:30 പോകേണ്ടത്. പിന്നെ ഞങ്ങൾ നാളെ വരത്തില്ല, നാളെ അവിടെ സ്റ്റേ ചെയ്തിട്ട് മറ്റന്നാൾ ഇങ്ങോട്ട് വരണം, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഒന്നൊക്കെ നമ്മൾ ഒരു മാർക്കറ്റ് പോലുള്ളൊരു സ്ഥലത്ത് പോയായിരുന്നു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ജാക്കറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ അത് വാങ്ങിക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ട്രാവൽ ഏജൻസിൻ്റെ അവിടെ നിന്ന് ബുക്ക് ചെയ്തത്, അവിടെ എത്തുമ്പോൾ ലേറ്റായി.
അപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഇന്ന് പിന്നെ നാളെ വേണ്ട, നാളെ ഇവിടെ തന്നെ നിന്നിട്ട് മറ്റന്നാൾ പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നോക്കട്ടെ. അങ്ങനെ ഇപ്പം നല്ല മഞ്ഞും പിന്നെ സ്നോഫോളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു കോഫി ഷോപ്പുണ്ട്. അപ്പം വിചാരിച്ചു ഒന്ന് ചൂടായിട്ടുള്ള കോഫി കുടിച്ചിട്ട് ശരീരം ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം കോഫി കുടിക്കാൻ വന്നേ. സിസുമ ഒറ്റ ഉറക്കമാണ് വന്നപ്പം തൊട്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് അവന് ഈ ജാക്കറ്റ്സാണ് വാങ്ങിച്ചത്. ഇവിടുത്തെ എത്ര 6000 എത്രയോ, അപ്പം നാട്ടിലെ 1000 സംതിങ് വരും. ബാക്കിയുള്ള നമ്മൾ കുറേ സ്ഥലത്ത് ചോദിച്ചു, അവിടേക്ക് അവർ 25,000 തെങ്കിയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് നാട്ടിലെ തന്നെ 3000-4000 രൂപയുടെ അടുത്ത് വരും. പിന്നെ നമുക്ക് ഒരുത്തിൽ പോയപ്പം ഇത് കുറച്ച് പൈസക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇത് വാങ്ങിച്ചു. ഇനിയിപ്പം നമ്മൾ സ്നോഫോൾ ഉള്ളിടത്ത് നല്ലോണം കൂടുതൽ സ്നോഫോൾ ഉള്ളിടത്താണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവിടെ പോകുമ്പം സ്നോഫോളൊക്കെ കൂടിയിട്ട് ഇവൻ്റെ ഞങ്ങൾ കൊണ്ടുവന്ന ജാക്കറ്റ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് വാങ്ങിച്ചു. അയ്യോ ചുറ്റും ഉറക്കവാ, നല്ല രസമുണ്ട്. കട്ടേ വേറെ എപ്പോഴെങ്കിലും വീഡിയോ അങ്ങനെ സിസു ചിച്ചു കരയില്ലടാ. അങ്ങോട്ട് ഓ ഇതാണ് നമ്മുടെ റൂമിലോട്ട് പോകുന്ന വഴി. ഫുള്ള് സ്നോ വീണിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത്. 6th ഫ്ലോറിലാണ് നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത്. ഭയങ്കര തണുപ്പാണ്, സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഇത് കണ്ട കാറിൻ്റെ മേളിലൊക്കെ എന്തുമാത്രം സ്നോ വീണിട്ടുള്ളത്, ഭയങ്കരമായിട്ടുണ്ട്. കുറേ കഴിഞ്ഞിട്ടാണ്, രാവിലെ ഒന്നും ഇല്ലായിരുന്നു, തണുപ്പുണ്ടായിരുന്നു, നല്ല -2 ആയിരുന്നു. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴാണ് സ്നോഫോൾ തുടങ്ങിയിട്ടുള്ളത്. സീസു തണുത്തിട്ട് കരയാൻ തുടങ്ങി. പിന്നെ അതിനേക്കാൾ അവന് വാശിയായിരുന്നു താഴെ ഇറങ്ങി നടക്കണമെന്ന്. അങ്ങനെ പിന്നെ നമുക്ക് അവൻ്റെ വാശി കൊണ്ട് പറ്റുന്നില്ല. എന്താ വെച്ചാൽ അവൻ എന്തായാലും താഴെ ഇറക്കണം എന്നിട്ട് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തിട്ട് നമ്മളിപ്പം റൂമിലോട്ട് വന്നു. എന്തായാലും വന്നത് നന്നായി, നമുക്ക് ഇവിടുന്ന് ഈ വ്യൂ ഒക്കെ കാണാൻ പറ്റി. പിന്നെ ഇപ്പം നമ്മൾ എവിടെ നിന്നാലും ഭയങ്കര തണുപ്പാണ്. ഇപ്പം സ്നോ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയാണ്. പക്ഷേ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്നേ ഇല്ല. നമ്മുടെ മുഖമൊക്കെ ഭയങ്കര ചുമന്ന്, അതുപോലെ തന്നെ സിസുവിൻ്റെ മുഖമാണെങ്കിലും ഫുള്ള് ചുമന്നിട്ട് ഭയങ്കര പാടായിരുന്നു അവനക്ക് തണുപ്പ് മാനേജ് ചെയ്യാൻ. ഇത് നമ്മൾ താമസിക്കുന്ന ഈ ഫ്ലാറ്റിൻ്റെ പ്ലേ ഏരിയ ആണ്. അപ്പോൾ സിസുവിന് ഇവിടെ കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അവനെ കുറച്ച് സമയം കളിപ്പിച്ചു. ഇനി നമുക്ക് പുറത്തൊന്നും നമ്മൾ ഇറങ്ങത്തില്ല, ഇനിയിപ്പം പോയിട്ട് കിടന്നുറങ്ങലായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയിപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ബാക്കി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ടാറ്റാ, ബൈ.